അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഓണസദ്യയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുന്ന ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ പുളി കൂട്ടിയാലും മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് കുക്കാവണം, ഒരു ചെറിയ ബ്രൗൺ കളർ ആവണ വരെ ഞാനത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളി ഒന്ന് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അത്യാവശ്യം തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുളികളൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ഇടുന്നത്. നമ്മൾ ശർക്കരയാണ് ഇടുന്നത് വെച്ചാൽ ഒരു 3 4 ശർക്കര മതി. പൊടിച്ചതായതുകൊണ്ട് തന്നെ ഒരു 8-9 നമ്മുടെ മധുരത്തിനനുസരിച്ച് ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്, പൊടിച്ചതായതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുളി വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു അല്പം കരിവേപ്പിൻ്റെ ഇല ഇടാം. പിന്നെ ഞാനൊരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയിൽ ഇത്ര റെസിപ്പി ഇടണുള്ളൂ. പിന്നെ നമുക്ക് ബാലൻസിന് വേണ്ടി ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുറുകൽ വരെ, അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, എണ്ണ പൊട്ടിച്ച് വയ്ക്കുക, കടുക്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക്, ഒരല്പം കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഞ്ചിപ്പുളിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇത് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര തിക്കായി പോകും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.